NCERT 11th ക്ലാസ് ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുന്നതിന് മുന്നേ ഒരു ബയോളജിസ്റ്റിൻ്റെ പിക്ചറും കൂടെ ഡിസ്ക്രിപ്ഷനും കൊടുത്തിട്ടുണ്ട്. ആ ബയോളജിസ്റ്റ് ഏണസ്റ്റ് മേയർ ആണ്. ഏണസ്റ്റ് മേയർ 1904 ജനിക്കുന്നത്. 2005 ഫെബ്രുവരിയിലാണ് അദ്ദേഹം മരിക്കുന്നത്. ആൻഡ് ഏണസ്റ്റ് മേയറിൻ്റെ പേര് ചേർത്ത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്. ഏണസ്റ്റ് മേയറിനെ നമ്മൾ ഡാർവിൻ ഓഫ് ദ 20th സെഞ്ച്വറി എന്നാണ് വിളിക്കുന്നത്. നമുക്കറിയാം ചാൾസ് ഡാർവിൻ്റെ പീരീഡ് 19th സെഞ്ച്വറിയിലാണ് അദ്ദേഹം ബയോളജിയിൽ കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്നത് അല്ലേ. ഡാർവിനെ പോലെ തന്നെ ഇവല്യൂഷണറി ബയോളജിയിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കൊടുത്ത ആളാണ് ഏണസ്റ്റ് മേയർ. ദാറ്റ് ഈസ് ഇൻ ദ 20th സെഞ്ച്വറി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ ഡാർവിൻ ഓഫ് ദ 20th സെഞ്ച്വറി എന്ന് വിളിക്കുന്നത്. ഇവല്യൂഷണറി ബയോളജിയിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് വരുന്ന ഒരുപാട് റിസർച്ച് ഏരിയാസ് നമുക്ക് പറയാം. ലൈക്ക് ഓർണിത്തോളജി, ടാക്സോണമി, സുവോജിയോഗ്രഫി, ഇവല്യൂഷൻ, സിസ്റ്റമാറ്റിക്സ്, അങ്ങനെ ഒരുപാട് ഏരിയകളിലായിട്ട് അദ്ദേഹത്തിൻ്റെ റിസർച്ച് എക്സ്പാൻഡ് ചെയ്ത് കിടപ്പുണ്ട്. വേറൊന്ന് ഇദ്ദേഹത്തിൻ്റെ പേരുമായിട്ട് നമ്മൾ ചേർത്ത് വെക്കേണ്ടത് ബയോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റാണ്. സ്പീഷീസിനൊരു പ്രോപ്പർ ഡെഫിനിഷൻ കൊടുക്കുന്നത് ഏണസ്റ്റ് മേയർ ആണ്. സ്പീഷീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗ്രൂപ്പ് ഓഫ് സിമിലർ ഓർഗാനിസംസ് ആണ് അല്ലേ. അങ്ങനെ വെറുതെ സിമിലർ ഓർഗാനിസംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഷീസിൻ്റെ പ്രോപ്പർ ഡെഫിനിഷൻ ആകത്തില്ല. സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സിമിലർ ഓർഗാനിസംസ് ദാറ്റ് ക്യാൻ സക്സസ്ഫുള്ളി ഇൻ്റർബ്രീഡ്. അവർ തമ്മിൽ മേറ്റിംഗ് പോസിബിൾ ആയിരിക്കണം, അവർ തമ്മിൽ ഇൻ്റർബ്രീഡിങ് നടത്താനായിട്ട് പറ്റണം. ആൻഡ് ദെൻ പ്രൊഡ്യൂസ് ഫെർട്ടൈൽ ഓസ്പ്രിങ്സ്. ആ ഉണ്ടാകുന്ന ഓസ്പ്രിങ്സും ഫെർട്ടൈൽ ആയിരിക്കണം. ഐ മീൻ അവർക്കും മേറ്റിംഗ് നടത്തി അടുത്ത ജനറേഷൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. സോ സ്പീഷീസിൻ്റെ പ്രോപ്പർ ഡെഫിനിഷൻ കൊടുക്കുന്നത് ഏണസ്റ്റ് മേയർ ആണ്. നമ്മളതിനെ ബയോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ് എന്ന് പറയും. ബയോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ് ഈസ് പ്രപ്പോസ്ഡ് ബൈ ഏണസ്റ്റ് മേയർ. According to this concept, species is a group of similar organisms that can successfully interbreed and produce fertile offsprings. ഇനി അദ്ദേഹത്തിൻ്റെ പേരുമായിട്ട് നമുക്ക് വേറൊരു കാര്യം കൂടെ വേണമെങ്കിൽ ഓർത്തിരിക്കാം. നിങ്ങൾ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത് ഈ രണ്ട് കാര്യങ്ങളാണ്: ഡാർവിൻ ഓഫ് ദ 20th സെഞ്ച്വറി ആൻഡ് ബയോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ്. മൂന്നാമത് ഞാൻ പറയുന്നത് ട്രിപ്പിൾ അവാർഡ്സ് കിട്ടിയ ആളാണ് അദ്ദേഹം. ട്രിപ്പിൾ പ്രൈസസ്, ട്രിപ്പിൾ ക്രൗൺ എന്ന് നമുക്ക് പറയാം. ട്രിപ്പിൾ ക്രൗൺ കിട്ടിയ ആളാണ് ഇദ്ദേഹം. ഒന്നാമത്തേത് ബൽസാൻ പ്രൈസ് ഇൻ 1983, രണ്ടാമത്തേത് ഇൻ്റർനാഷണൽ പ്രൈസ് ഫോർ ബയോളജി ഇൻ 1994 ആൻഡ് മൂന്നാമത്തേത് ക്രാഫ്റ്റ് പ്രൈസ് ഇൻ 1999.